പാട്ടുകൾ വൈദ്യർക്ക് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ആളുകൾ കണ്ടറിയും. വൈദ്യർ ഏറ്റവും വലിയ പ്രത്യേക ആളുകൾ കണ്ടു. വൈദ്യർ ഓരോ വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ ആ വിഷയത്തിനോട് നീതി പുലർത്തുന്ന ഈശ്വരൻ തിരഞ്ഞെടുക്കുന്നതാണ്. ഇത് നബി പുറപ്പെട്ടതാണ്. എന്താ നേരത്തെ പറഞ്ഞു നേരം വേറെ ഇയാൾ പോകുമ്പോഴോ അബുജാഹിൽ പോകുമ്പോഴോ അല്ലേ അതൊരു കുട്ടി ഇങ്ങനെ കലസുക്ക് മാറ്റി ഇങ്ങനെ ട്യൂണ് മാറ്റിക്കുന്നതാണ്. അങ്ങനെ മാറ്റണം. പുറപ്പെട്ട നല്ല രസം. എന്ത് രസം കേൾക്കാൻ നല്ല രസമാണ്. പക്ഷെ ഞാൻ കുട്ടികളോട് അങ്ങനെ പകർന്നിട്ട് പോയെന്ന് തുടരി സാധനങ്ങൾ കേട്ടു. എന്ത് രസപാട്ടേക്കാൻ ഇരുപുറം താഹിയറിനാൽ നിലക്കവെനികൾ ഹംസമായി തിരക്കവേ യുദ്ധം നടക്കുകയാണ്. അപ്പൊ അതിന്റെ ആ ഭീകരത എല്ലാത്തിലുണ്ട്. അപ്പൊ ഈശ്വരൻ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വിഷയത്തിനോട് അനുസരിച്ച് നീതി തിരഞ്ഞെടുക്കണം. ആ വിഷയത്തോട് നീതി പുലർത്തിക്കൊണ്ട് ട്യൂൺ ചെയ്യണം. നീതി പുലർത്തിക്കൊണ്ട് പാടുകയും വേണം. സങ്കടമാണെങ്കിൽ സങ്കടം വരുത്താം, ഭാവം വരുത്താം. അല്ല ദേഷ്യത്തിൽ വരുന്നതാണെങ്കിൽ ദേഷ്യം വരുന്ന സംഭവങ്ങളൊക്കെ പാട്ട് കൊണ്ടുവരാം. അല്ലാതെ ഇങ്ങനെ ഡാൻസ് കളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാട്ട് പാടും ചിലരിങ്ങനെ കളിച്ച് മൊത്തം കളിച്ചിട്ടൊക്കെ പാടും. അപ്പൊ അതൊന്നും നമുക്ക് നിർബന്ധമില്ല. ഓക്കെ തങ്കൾ കണ്ടോ ചുമക്കുന്ന അടുത്ത ഇതിൽ കണ്ടോ. അപ്പൊ എന്നാന്നുള്ള പ്രാസം അങ്ങനെ കൃത്യമായി വരും. ഇപ്പൊ എന്നുള്ള പാട്ടുകളൊക്കെ എങ്ങനെയാണ്? ഇത് 6 7 പേരുണ്ടത്. 8 പേരുണ്ടാവും. 8 അല്ലെങ്കിൽ 9 10 പേരുണ്ടാവും. അതിൽ ഒരു കഴുത്തേണ്ടാവും. അങ്ങനത്തെ പാട്ടുകൾ കാണിച്ചു തരാം. അപ്പൊ ഒരു അടി എന്ന് പറഞ്ഞാൽ ആരോ ചോദിച്ചു ഒരു അടി എന്താണല്ലേ? ഒരു മൊഴി പറഞ്ഞാൽ എത്ര പേരും പറഞ്ഞു? എത്ര പേര് മിനിമം എത്ര പേര് പറഞ്ഞു? മിനിമം 2 പേര്. അങ്ങനെ 4 മൊഴി ചേർന്നാൽ ഒരു അടിയാവും. അപ്പൊ എത്ര പേര്? 8 പേര്. അങ്ങനത്തെ 4 അടി ചേർന്നാൽ ഒരു മാപ്പിളപ്പാട്ടോ, ഒരു ചതുഷ്കാവും. അപ്പൊ എത്ര പേരുണ്ടാവും? എന്താ 32. നിങ്ങൾ മുമ്പിൽ നിന്ന് ഞാൻ പറയും 4 8 30. മനസ്സിലായോ? ഒരു മൊഴി ചേർന്നാൽ മിനിമം 2 പേര്. അങ്ങനത്തെ 4 മൊഴി ചേർന്നാൽ ഒരടി. മനസ്സിലായില്ലേ? ഒരടി. അപ്പൊ മിനിമം 8 ലൈൻ ഉണ്ടാവും. 4 അടി ചേർന്നാൽ ഒരു മാപ്പിളപ്പാട്ട് അല്ലെങ്കിൽ ഒരു ചതുഷ്കം എന്ന് പറയും. ഒരു ചതുഷ്കം. മൊഴി 3 മൊഴിയോ? നിങ്ങൾ വീട്ടിൽ പോയി ചെല്ലാൻ കേട്ടില്ല. അമ്മാൻ പറയും എന്താ വെച്ച് ചോദ്യം പറയും. ആ എന്താ സുഹൃത്താണ് ഇക്കാരെന്തോ പറഞ്ഞത്. ചോദ്യം പറയും. മൊഴി എന്താ പറയും? തീരുമാനിക്കാൻ പറ്റുമോ? ആ നിങ്ങൾ തീരുമാനിക്കാൻ വീട്ടിൽ പോയി അതല്ല വീട്ടിലെ ഓക്കെ. ഈ മൊഴിക്കൊക്കെ സമാനമായിട്ടുള്ള അറബി പദമുണ്ടാ? അറബി പദങ്ങളുണ്ടാ? ചിലതൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതെയാ. ചില വൃത്തത്തിന് നമ്മൾ ബഹർ എന്നൊക്കെ പറയുന്നത് പോലെ എങ്ങനെ വേറൊരു പദങ്ങളുണ്ട്. അല്ല അത് അതുപോലെ വേറെ പദം. അതൊക്കെ തെറ്റാണ്. നമുക്ക് കാരണം ഈ തുഞ്ചത്തെഴുത്തച്ഛനെ രാമായണം രചിക്കുന്നതിന്റെ 5 വർഷം മുമ്പ് മുഹിതിമാരുണ്ട്. നമുക്ക് അവർ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. അവർ നമ്മളെ പിന്നാലെ പോകട്ടെ. ഇതുപോലെ അവർ ഇവരറിയാൻ വേറെ മതത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേറെ ചെറുതാക്കി പറഞ്ഞല്ല. നമുക്കിത് പൈതൃകമായി കിട്ടിയ സാധനമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പിന്നാലെ പോയാൽ ഈശ്വരിൽ പോയാൽ മതി. രാഗങ്ങളിലാണ് മാപ്പിളപ്പാട് ചിട്ടപ്പെടുത്തുന്നത് പറഞ്ഞ ജഡ്ജുണ്ട്. അത് രോഗമാണ് പറഞ്ഞത്. അത്രേ നമുക്ക് പറയുള്ളൂ. നമുക്ക് ഈശ്വരനുണ്ട്. 600 ഈശ്വരനാണ് ആൾക്കാരുടെ തെറ്റാണ്. 100 150 ഇടയിലുള്ള ഈശ്വരനുള്ളൂ. ഞമ്മളെ കൊമ്പന്റെ 10 33 കണ്ടെത്തിയാൽ മതി. അപ്പൊ 600 700 അവന്റെ പണിയുണ്ട്. ഓക്കെ. കമ്പിണ്ടിലും കഴുത്ത് എത്രയുള്ളൂ? ഒന്നുള്ളൂ. നാട്ടിൽ കഴുത്ത് കൂടാട്ടോ. അത് വേറെ കാര്യം. കൂടുതലുള്ള മുറകളൊക്കെ ഉണ്ട്. പക്ഷെ കഴുത്ത് എന്താവണം? തുടർച്ചയായിട്ട് 4 മൊഴികളിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ 4 അടിയിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞു. നോക്കുക നിങ്ങൾ കേട്ടോ. ആനയും മധുരം ആ പാട്ടെന്ന് നോക്കുക. രണ്ടാമത്തെ അക്ഷരം എന്താ? രണ്ടാമത്തെ അക്ഷരം എന്താ? അതുപോലെ 3ാമത്തെ ലൈനില് രണ്ടാമത്തെ അക്ഷരം എന്താ? 5ാമത്തെ ലൈനില് 7ാമത്തെ ലൈനില് അല്ലേ? അപ്പൊ കൃത്യമായിട്ട് എന്തുണ്ട്? കൃത്യമായിട്ട് കഴുത്ത് ഉണ്ട്. ക്ലിയറായോ? മനസ്സിലായോ? 3 ലൈനിൽ കാണിക്കുന്നു.
മാറും. 4 മൊഴിയിൽ മാറാം. ചിലപ്പോൾ ഒരു പാട്ടിൽ മൊത്തം 4 കഴുത്തേണ്ടാവും. പുതിയ രചനകളിലൊക്കെ അങ്ങനെയാണ് പുതിയ ആളുകൾ വരുന്ന ഇത് പാടി ഞാൻ നിങ്ങളെങ്ങനെ പാടാറുണ്ട്? ൊയ്യേക്കുണ്ട് പയ്യല് തീറായ ഇങ്ങനെ പാടാറുണ്ട്. അപ്പോ ലക്ഷദ്വീപിലുള്ള ഒരാളുണ്ടായിരുന്നു മാഷെ അങ്ങനെ പാടുന്നത് ഞങ്ങൾ ഫാദറിനെ പാടാറ്, നിങ്ങൾ ഫാദറിനെ പാടിക്കൊള്ളുന്നു. കാരണം നമുക്കൊരു സുഖം ഉണ്ടാവില്ല പാവച്ച് പാടാൻ സുഖം അല്ലെ? എല്ലാം അങ്ങനെ പാടാൻ പറ്റും. അപ്പൊ ഫജ്ർ എന്നുള്ള വാക്കിന്റെ അറിയാൻ ചെയ്യാൻ പറ്റില്ല. ഫജ്ർ എന്ന് പാടുന്നു, അത് തെറ്റാണ്. ഫുഡിത്ത് എന്നൊക്കെ പാടി എപ്പി പല്ലാത്ത പാടുന്ന പോലെ പാടുന്ന ആവശ്യമില്ല. ഫുഡിത്ത് എന്നൊക്കെ പാടും. ഫുഡിത്ത് എന്ന് പാടിയത് സുഖമാണ് നമ്മളെ സുഖം. പക്ഷെ അവർക്ക് അത് നിർബന്ധമാണ്. അങ്ങനെ പാടിക്കൊള്ളുന്നു, മക്കൾ അങ്ങനെ തന്നെ പാടിക്കൊള്ളുന്നു. ഒരുവൻ ഒറ്റൊരു വാക്ക് ഞാൻ തീടാതെ അയ്യവൻ നാമത്തെ മൊഴിയും ജീവത്തെണ്ടും നാങ്കൾ കാശയും വിശ്വാസം തന്നിൽ കമ്പിയുണ്ടോ? കൃത്യല്ലേ? ഇവിടെ കണ്ടോ? ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടോ അല്ലേ? ഇത് മൂന്ന് ഹായൊക്കെ എന്തിപ്പെടുത്തിട്ടുണ്ട്. കാല് പെടുത്താണ് പഴയ കേട്ടോ. നമ്മള് പകരം തുടക്കക്കാരൻ വെക്കണ്ട. അങ്ങനെയൊക്കെ വരും, അങ്ങനെ പലതും വരും. ഇതിലൊക്കെ കേട്ടോ കയ്യൊത്ത്. പിന്നെ അടുത്താണോ എന്താണ് അവസാനത്തെ? അവിടെ എന്തുണ്ട്? ആ യാന്നുള്ള അക്ഷരം വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത് 3 ലൈനുള്ള അങ്ങനത്തെ പാട്ടുകൾ. ഇനി 4 ലൈനും അതേപോലെ 5 ലൈനൊക്കെ ഉള്ള പാട്ടുകളൊക്കെ ഉണ്ട്. ഒരു 6 ലൈനുള്ള ഒരു മൊഴിയിൽ അത്രയും വരുന്ന അതിന് നമുക്ക് എത്രയാണ്? അരുളിനാന്നാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒന്നുമില്ല, രാമില്ല നോക്കാം കേട്ടോ. പിന്നെ ഇവിടെ കേട്ടോ ഒരു ദിനം കേട്ടോ തരുളർ. അങ്ങനെ അടുത്ത മരുളർന്ന് എന്തെങ്കിലും ഉണ്ടാവും. പൊരുള് കണ്ടോ. അപ്പൊ തീർച്ചയായിട്ടും 4 മൊഴിയിൽ എന്തുണ്ടാവണം? കഴുത്തുണ്ടാവും. 5 ലൈനുള്ള 6 ലൈനൊക്കെ ഉണ്ട്. ഇതിനാണ് കഴുത്ത അക്ഷര കൃത്യമായി പറഞ്ഞ സമാധാനം. കഴുത്ത് ഏതാണ് ഞാൻ പറയും. അതാരും പറഞ്ഞു അത് പറഞ്ഞു സമ്മാനം വാങ്ങിയണം. അത് ശരിയാവും. ഇങ്ങനെ എന്റെ ക്ലാസ്സിൽ നിന്നത് അതാണ് പറയുന്നത്. ചിലര് എന്താന്നുള്ളതാണ് കഴുത്തറി, എന്താന്നല്ല. അതിലേതാണ്? ഞാനാണ്. ഒരാളെ ചിന്തിക്കാം എന്ത് എഴുതുമ്പോ എന്ത് കണ്ടോ. പിന്നെ അവിടെ പിന്നെ കണ്ടോ ചന്തം കണ്ടോ, ചിന്തിടും. അപ്പൊ എന്താണെന്ന് പറഞ്ഞില്ല എങ്കാന്നൊക്കെ ആവട്ടെ. അവിടെ ഞാൻ ചേർക്കണമെന്നുള്ളൂ അങ്ങനത്തെ വാക്കുകളൊക്കെ ആവും. ഓക്കെ. അപ്പൊ അക്ഷരം ഈ 3 രീതിയിൽ എന്ത് വരും? വാലും കമ്പി അല്ലെങ്കിൽ എടുപ്പ് വെച്ചോടത്തും എടുക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഉദാഹരണം കാണാൻ മനസ്സിലാവും. ഞാൻ ഏറ്റവും കൂടുതൽ വാലുമ കമ്പി കണ്ടത് മഹാകവി മോയി. ഞാൻ കണ്ടാക്കാൻ പാട് ഓർമ്മ എനിക്കറിയില്ല. മഹാകവി മോയിൻകുട്ടിയുടെ 8 റാവേസുമാറിന്റെ പാട്ടാണ് ബദറിൽ. ഹാമിദ് റസൂൽ എന്ന് പറയുന്ന ഇഷയിലുള്ള ഒരു പാട്ടാണ്. അതാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ വാലുമ കമ്പി വരുന്ന പാട്ട്. അതിങ്ങനെ വാലുമ കമ്പി പിടിച്ചു പോകണല്ലേ, കഴുത്തി പിടിച്ചതല്ല പോളിച്ചിരിക്കല്ലേ. വാലുമ കമ്പിയായിട്ട് ഇങ്ങനെ പോകണം. ഈ ഒപ്പനയിൽ ധാരാളം ഒപ്പനയിൽ വട്ടപ്പാട്ട് സ്ലീം ജാബറൊക്കെ പഠിപ്പിക്കുന്ന ഒപ്പനയിൽ വട്ടപ്പാട്ട് എന്തുണ്ടാവും? ചണ്ട തിങ്കി കാമ സമയമിൽ മായമുറ്റ ഭുജാഹി പൊള്ള മനകടുപ്പം പെറ്റുകള്ള തായമിൽ മികവായിട്ടുള്ള തടികവായത്തേറ്റം തരമിനാലുണ്ടൂറ്റും ഊറ്റമേറ്റം ചല്ലം ഉടലുര തേക്കല്ലൻ മാറ്റമുള്ളേ വില്ലൻ
മഹത്വയിൽക്കും മല്ലനാം ജഹലിൻ ശിരത്ത് മറ്റ് കോമിൽ ഏറെ മെത്ത് വല്ലവന്നോ ശിരത്ത് വിത്ത് വിത്ത് പലനാളിൽ വിനമികത്തെ കോളിൽ കോളി ജഹൽ ആട്ടം കൊണ്ടുറപ്പിൻ തേട്ടം കേളി ഭാഷം നോട്ടം എങ്കളിലെ കൂട്ടം. അടുത്ത കണ്ണിയൊക്കെ തുടക്കം കുറിച്ചാൽ അതിനാണ് വാലുമക്കമ്പി എന്ന് പറയും. അല്ലെങ്കിൽ അവസാനത്തെ അക്ഷരം പറ്റും, സെക്കൻഡ് ലാസ്റ്റ് വാക്കും പറ്റും. അങ്ങനെയൊക്കെ പറ്റുമോ? ഒരു ഉദാഹരണം കാണാം, നിങ്ങൾ മനസ്സിലാവും. നമ്മുടെ ബദറിന്റെ PDF എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ പാട്ട് അഹദത്ത് അലിഫില് എന്താണ് അവസാനിക്കുന്നത്? ഉറവും അള്ളാഹ് ആണോ? പിന്നെ അള്ളാഹ് വെച്ചല്ല തുടങ്ങുന്നത്. കാരണം തൊട്ടുമ്പത്തെ വാക്ക് വെച്ചാണ് അല്ലേ? ഉറവ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അതേ മലയാളത്തിൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നു കേട്ടോ, ശ്രദ്ധിച്ചോ. ഓക്കെ, പോട്ടെ, മേലെ പോട്ടെ. രണ്ടാമത് എന്താണ്? പെരിയവാന്നാണ്. അടുത്ത പാട്ട് തുടങ്ങുന്നത് പെരിപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ്. മൂന്നാമത്തെ പാട്ട് സ്വഹാബാന്നാണ്. ആ ബാ വെച്ചാണ് സ്വഹാബയിലെ ബാ വെച്ചാണ്. സ്വഭാവ വാക്കുകൾ ഉപയോഗിച്ച് തൊട്ടുമ്പത്തെ വാക്കുകൾ ആ ബാ എന്നുള്ള അവസാനത്തെ അക്ഷരം കൊണ്ടാണ് തുടങ്ങുന്നത്. ബാ ഉലമാ താമ. അപ്പൊ ഈ പാട്ടുകൾ പോലെ അവര് പാട്ട് പഴയ ആളുകൾ കോർക്കുന്ന അടക്കം ഒരു പാട്ട് അതിന്റെ തുടർച്ചയാണ്. ഉലമാ താമേ. എന്താണ് അടുത്ത പാട്ട്? ഉലമാക്കൾ. ആ താമേ ഒഴിവാക്കി തൊട്ടുമ്പത്തെ വാക്കെടുത്തു ഉലമാക്കൾ. ഞാൻ കൊണ്ടുവന്ന കാര്യം കേട്ടതാണ്. എന്റെ ക്ലാസ് മുമ്പ് കേട്ടത് പറയുന്നത് സമ്മാനം പരിക്കാർക്ക് കൊടുക്കുന്നത് ഉരത്താറാണ്. സമ്മാനം തീർന്നില്ല. ഉരത്താറ്. അടുത്താണ് ഉരത്തി കുറ്റമാണെന്ന് പറഞ്ഞു. അടുത്ത് അക്കും പതിനാൽ പിന്നെ തുടങ്ങണോ? അണവായി അണവാക്കി പോട്ടെ. സദ്യ അവിടെ എന്താ എട്ടാളിലും എണ്ടരുൾ ചെയ്തു ത്വാഹ എണ്ടതിൽ പിൻറാവി കൂറുന്നു ബാഹ. ആഹാ, എന്ത് രസല്ലേ? ത്വാഹ ബാഹ എന്നൊക്കെ പറയുമ്പോ കേട്ടാ നമ്മൾ ആഹാ എന്നറിയാതെ പറഞ്ഞു പോട്ടെ. എന്താണ് അവിടെ പ്രാസല്ലാതെ വന്നു പോയത്? ഉത്തരം പറഞ്ഞൊരു സമ്മാനം ബാലോ ബാല ബാഹ എന്നാണ്. അപ്പൊ ഹാ കൊണ്ട് തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ അത് തൊട്ടുമ്പത്തെ വാക്കാണോ അല്ലെ അവസാനത്തെ വാക്കാണോ? എന്തുകൊണ്ട് അങ്ങനെ മാത്രമേ പറ്റി? വൈദ്യർക്ക് വല്ല തെറ്റാൻ പറ്റും. വൈദ്യർക്ക് തെറ്റാൻ പറ്റില്ല. ഞാൻ പിന്നെ പറയാം. ഓർമ്മിക്കണോ? എന്താണ് ആർക്കെങ്കിലും അറിയോ? സമ്മാനം ആർക്കില്ല. കമ്പനിക്കന്നെ പിന്നെ നിങ്ങളെ മദ്രസ എങ്ങനെ അബാഹകൾ ഒറ്റപ്പതാണ്. അതിന് അർത്ഥം 9 എന്നാണ് അർത്ഥം. അഭിജത് വൃത്തം പഠിച്ചിട്ടാലും അഭിജത് 9 യുക്തി കലങ്ങളൊക്കെ ഉണ്ടോ? അത് കാണിച്ചു കൊടുക്കാം. അതില് അലിഫിന്റെ വില 1 ആണ്. അലിഫിന്റെ വില 1 ആണ്. ആദ്യത്തെ അക്ഷരം ബാഹയില് ബാ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതില് 2. പിന്നെ അലിഫ് 3 ആയി അല്ലേ? ഹാക്ക് എത്ര വില? 5. അപ്പൊ 8 ആയി. പിന്നെ അലിഫ് 9. ഞാൻ ബാക്കി 9ാമത്തെ ഇഷല് പറയുന്നത് വൈദ്യുതി പറഞ്ഞേ. എണ്ടതിൽ പിൻറാവി എട്ടാളിലും എണ്ടരുൾ ചെയ്തു ത്വാഹ. 8 പേരിലും ഇത് തൊട്ടുമ്പോ എന്തൊരു കൽപ്പന പറഞ്ഞു. എണ്ടരുൾ അരുളുണ്ട്, ഒരു കൽപ്പന ഉണ്ട്. ആ കൽപ്പന ചെയ്തു ത്വാഹ. ഒരു കൽപ്പന കൊടുത്തു. എണ്ടതിൽ പിൻ അതിനുശേഷം റാവി റിപ്പോർട്ടർ ഞാന് കൂർന്നു നട്ടത്. തെറ്റിദ്ധരിക്കണ്ട. കൂർന്നു പറഞ്ഞാൽ പറയുന്നതാ. പറയാനുള്ള ഒരുപാട് വാക്ക് 50ഓളം വാക്ക് പറയാനുള്ളതിനുണ്ട്. പുലമ്പി എന്നൊക്കെ ഉണ്ട്. നബ്സല്ലാസ്ലം പുലമ്പി എന്ന് പറയാൻ പാടില്ല. എന്താണ് പുലമ്പി? കുറ്റി, ചാറ്റി, വിണ്ട്, നവിണ്ട്, ചാട്ടമിളക്കി, കൗലിട്ട്, ഗോലി, ഇങ്ങനെ കുറെ വാക്കുകൾ. പുലമ്പി മാത്രം കുറച്ച് നെഗറ്റീവ് ആയിട്ടില്ലേ? വഴക്കൂടുമ്പോ സ്ത്രീകൾ വഴക്കൂടുമ്പോ പറയും എനിക്ക് പുലമ്പണ്ടാന്ന് പറയും അല്ലേ? അത് നെഗറ്റീവ് ആക്കാണ്. പക്ഷെ അർത്ഥം എന്താണ് പറഞ്ഞു? അപ്പൊ കണ്ടോ, 8 അങ്ങനെ ത്വാഹയുണ്ട്. ബാഹ ഞാൻ 9ാമത്തെ ഇശല് ബാക്കി പറയുന്നത്. എണ്ടതിൽ പിൻ റാവി കൂറുന്നു ബാഹ. ഞാൻ ബാക്കി 9ാമത്തെ ഇശല് പറയുന്നത്. ഈ അടുത്ത് പറയാൻ പോണ ഏതാണ്? 9ാമത്തെ ഇശലാണ്. എന്ത് രസമായിട്ടാ പറഞ്ഞല്ലേ? ത്വാഹ എന്നും ബാഹ എന്നും വെച്ച് പ്രാസം വിളിച്ച് പറഞ്ഞ് 9ാമത്തെ ഇശലിലേക്ക് ചാടുക. ഈ വാലമക്കണ്ടി പ്രാസം വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ അല്ലേ? ഏത് സൂറത്തിലാ?
അപ്പൊ ഇങ്ങനെയൊക്കെ അർത്ഥം ഒപ്പന. ഓക്കെ, പല സമയത്തും ഒപ്പന ഉണ്ടാവാറുണ്ട്. വധുവിനെയും അണിയിച്ചൊരുക്കുമ്പോണ്ടാവും, കുട്ടിയുടെ സുന്നത്ത് കഴിക്കാൻ കൊണ്ടുപോകുമ്പോണ്ടാവും, 40 കുളിക്കുണ്ടാവും, മുടി കളച്ചിലുണ്ടാവും. അതൊരു വീഡിയോ കാണുവാണ്. അതേപോലെ പണ്ട് ഒപ്പനയിൽ തന്നെ 2 ഭാഗം സ്ത്രീകളുണ്ടായിരുന്നു. ഒന്ന് കൈമുട്ടുള്ളവരും കൈമുട്ടില്ലാത്തവരും. എന്താ അങ്ങനെ വരാൻ കാരണം? ശരിക്കും ഇസ്ലാമിൽ ഇങ്ങനെ കൈ ഇങ്ങനെ ചേർത്ത് മുട്ടാൻ പാടില്ല എന്നാണ്. വട്ടപ്പാട്ട പഠിക്കുന്നവരുടെ ആലോചിച്ചു ദഫും മുട്ടാം, അറബനും മുട്ടാം, കോലിക്ക് വലിക്കാൻ പാടില്ല എന്നാണ് ശരിക്കും ഇസ്ലാമിന്റെ നിയമം. അങ്ങനെയാണ്. സ്ത്രീകളുടെ നിസ്കാരത്തിൽ നമ്മളിപ്പോ കൈയടിക്കണ എങ്ങനെ കൈയടിക്കണം? അങ്ങനെ അല്ലേ, പുറകേറ്റിങ്ങനെ അടിക്കുന്നതാണ്. നമ്മള് സുബഹാനല്ലാഹ് പറഞ്ഞാൽ അടിക്കണം. അപ്പൊ ഒരേ സാധനം അടിക്കാൻ പാടില്ല എന്നാണ് പൊതുവെ നിയമം. അത് കാരണം പണ്ട് എന്തുണ്ടാവും, ഇങ്ങനെ ഇത് 2 കല്യാണം പറഞ്ഞാ സ്ത്രീകളെ പ്രായപൂർത്തി എത്തുന്ന കല്യാണത്തിനാണ് എന്ത് പറയുന്നത്, 2 കല്യാണം പറയുന്നത്. അപ്പൊ അതറിയാം അല്ലേ? ഓക്കെ, നീ കേട്ടാൽ മനസ്സിലായി. അപ്പൊ അങ്ങനെ കൈ കൊട്ടുന്നവരുണ്ടായിരുന്നു, കൈ കൊട്ടാത്തവരുണ്ടായിരുന്നു. അതിലെ മൂപ്പത്തി കാരണോത്തി എന്നൊക്കെ പറയും. അതാർക്കാ പറയാം? അതിനൊരു നേതാവ് ഉണ്ടാവും അല്ലെ, മൂപ്പൻ. ആണുങ്ങളാണെങ്കിൽ മൂപ്പൻ, അല്ലെങ്കിൽ കാരണോത്തി, ഗുരുക്കള്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അവര് ചിലപ്പോ കസേരയിലേക്ക് ഇരിക്കാം. പണ്ടിങ്ങനെ വട്ടളഞ്ഞ് ഇരിക്കുകയും രാത്രിയിലൊക്കെ അങ്ങനെ പരസ്പരം ഇരുന്നിട്ട് ഒപ്പന കളിച്ചിരുന്ന, ഒപ്പന പാടിയിരുന്ന. അപ്പൊ ഒരു ടീം തോറ്റത് പാട്ട് പാടാൻ കിട്ടില്ല. അപ്പൊ ഒരു പാട്ട് പാടി. എന്താ പാടി? പാട്ടുകൊണ്ട് ചൂട്ടുകെട്ടി മുത്തുകുത്തും ഞാനടി. പാട്ടുകൊണ്ട് ചൂട്ടിട്ടാൻ പറ്റുമോ? ഇല്ല, പക്ഷെ അതൊരു പ്രയോഗമാണ് കേട്ടോ. പാട്ടുകൊണ്ട് ചൂട്ടുകെട്ടി മുത്തുകുത്തും ഞാനടി, പാട്ട് പാടാൻ വയ്യെങ്കിൽ പന്തലിൽ നിറങ്ങടി, പാട്ടുകാരൻ വീട്ടുകെട്ടിയ പെണ്ണ് ഞാൻ എന്നോർക്കടി, പാട്ടുകാരി എന്ന ഹുങ്ക് നല്ലതല്ലെന്നോർക്കടി, പന്തിയിൽ മര്യാദ വേണം, പെട്ടികൾക്ക് അതവ്. പെട്ടികളുടെ പെട്ടി സ്ത്രീനാർഗം, ആട്ടി എന്ന് പറഞ്ഞാൽ സ്ത്രീനാർഗം. പുതുനാരി ആട്ടമാകാന്നൊക്കെ പണ്ട് വട്ടപ്പാട്ട് പഠിക്കും. ആട്ടല്ല, ആട്ടിയാണ്. പുതുനാരി ആട്ടി വാകാന്നാണ്, ആട്ടല്ല. ആട്ടാറുന്നതാണ് മൈദ സാധനമാണ്, അതാണ് ആട്ട. പെണ്ടികൾക്ക് അതവ് വേണം, പാട്ടിലൊക്കെ ചേല് വേണം, പാട്ടിനൊത്ത പാട്ട് വേണം, പാട്ട് കൊണ്ട് ചുട്ടുകെട്ടി മുത്തുകുത്തും ഞാനടി. ഇതാണ് പാട്ട്. അപ്പൊ അങ്ങനെയൊക്കെ പാടിയിരുന്നതാണ്. അപ്പൊ ഇത് കൈമുട്ടുള്ളവർ പറഞ്ഞു, കൈമുട്ടില്ലാത്തവർ പറഞ്ഞു. ഇങ്ങനെ അതേപോലെ അത് പറയുന്നത്. അപ്പൊ ഞാൻ പറയാം, അറബി ഓപ്പറേഷനില് ബന്ധമുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, യമൻ കെട്ട് പറഞ്ഞപ്പോ അല്ലേ, അത് റബ്ബ് വൃത്തൊക്കെ, മദീദ് വൃത്തൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇതില് സാധാരണ ചായ ഉപയോഗിക്കാറുണ്ട്. ചായ ഉണ്ടാവും. പണ്ടുണ്ടായ സംഭവം പായാണല്ലേ, നിലത്ത് വെച്ചിട്ടായിട്ട് ഒപ്പന പാടിയിരുന്നത്. കൃത്യമായി ഞാൻ പറഞ്ഞില്ലേ, കാരണത്തിൽ ചിലപ്പോ കസരിക്കരിക്കുന്നത്, കട്ടമ കയറിയിരിക്കുന്നത്, കട്ടമ കയറിയിട്ട് മറ്റേതൊക്കെ ചെയ്യും, താഴത്ത് കയറി. ഒരു വീഡിയോ കാണാം, ഒരു കുട്ടിയെ സുന്നത്ത് കഴിക്കാൻ കൊണ്ട ഒരു വീഡിയോ ഉണ്ട്. എന്തിനാ അങ്ങനെ പാട്ട് പാടുന്ന 40 വിളിക്കും, അതേപോലെ ഈ എന്താ പറയുക കാതുകുത്ത്, സുന്നത്ത് കഴിക്കുക, അങ്ങനെയൊക്കെ എന്തിനാ ഈ പാട്ട് പാടുന്നതിനാ? ഇവര് ഒരു ആശ്വാസമാണല്ലേ. നിങ്ങൾ ആ കുട്ടിയെ റോഡിൽ കൂടെ നല്ല നടുവിൽ വരെയുള്ള റോഡിൽ കൂടെ കൊണ്ടുപോകും. എന്ത് രസമായിട്ട് ഒരു രാജാവിനെ പോലെ കൊണ്ടുപോകും, മാലയൊക്കെ ഇട്ടിട്ട്. എന്തിനാണ് കൊണ്ടുപോകുന്നത്? കുടിക്കാനും കൊണ്ടുപോകും. സർക്കംസിഷൻ ചെയ്യാം, സർക്കംസിഷൻ ഇംഗ്ലീഷ്. ഞാൻ മനസ്സിലായത് നമ്മളെ കാര്യമ കേൾക്കാണ്ടിരിക്കാൻ 40 മിനിറ്റ് അതൊരു മ്യൂസിക് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ്? ചായ ചായ മുറുക്കം ചായ ഇടമുറുക്കം ചായലാട്ടോ. ചായ ചായ തെങ്ങിന്റെ പട്ടങ്ങനെ ചായ ചായ ഒരിക്കലും ചെയ്യാൻ പാടില്ല, സ്പീഡിൽ പാടാൻ പാടില്ല. അവര് കളിക്കുമ്പോൾ അങ്ങനെ പതുക്കെ ചായയാണ്, ഒരു ചാച്ച്.
സഭക്ക് പോയി വരുമല്ലോ യാ വധൂ പാടിയതാ വധു എന്നതിന്റെ ഊതയി. അപ്പൊ വധുവായി ഊതുവായി. സംഭവത്തിൽ എന്താ ശരിക്കും വധു എന്ന് അള്ളാഹുടെ പേരാണ്. ഇതേപോലെ എവിടെയൊക്കെ കട്ടി ആവശ്യമില്ല അവിടെ എന്നാണ് ബാക്കിയുണ്ട്. അത് ഞാൻ അടുത്തേക്ക് പാടുക. എന്നായിട്ട് എന്നതിൽ പിന്നെ വാല് ചുറ്റടിക്കണ്ട വാലമ്പകമ്പി വിട്ടുപാട്. ഞാൻ എന്നാണ് ഇവിടെ തുടങ്ങി. മദിനിറവായേ മദിക്കെങ്കും മതിമതിയായ മദീനത്തിൽ മതിമനയേറി മതിപ്പിത്ത് മതിദഖലായി മതിമദനത്താൽ മദീനോരെ മതിമദമാലെ മതിയെന്താം മതികഹനത്തിൽ മതിമതി വന്ന് മതിമസലായേ മതിമസലായേ മധുനിറ കഞ്ചാഫുലർത്തൻ മധു തന്റെ മധു പൊങ്കി മധു ഉപവസിത്താടുക്കുമ്മൻ മധു പോലെ പോലെ മനസ്സിനർത്ഥമുണ്ട്. അമ്പിളിമാമന് മതി നടത്തണ്ട്. ആന മതിക്കുന്നത് മതിയില്ലേ ആ അർത്ഥം ഒരുപാട് മതിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മതിയാണ്. ഓക്കെ കടിയെന്ന് പറഞ്ഞില്ല. കടിയെന്ന് ചായ മാത്രം അല്ല കടി നമ്മൾ വാങ്ങിയില്ലേ കടിവടിയായേ നമ്മുടെ അടിപൊളി കടി നല്ല സാധനം. അതിനെ കുറിക്കാൻ പ്രശ്നം പോലെ പാടും. നമുക്ക് നിസ്കരിക്കാൻ 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. അതിന് ഒരു മിനിറ്റ് ഒരു ചായയും ഇടമുറുക്കവും മുറുക്കം നമുക്ക് കേൾക്കാൻ ഇവിടെ ജാഗ്രത അതിനകത്ത് പരിചയപ്പെടുത്തുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്ലസ് വാങ്ങിയാണ്. ഒരുപാട് മാപ്പിളമാരുടെ കുട്ടികൾ പഠിച്ച് പ്ലസ് വാങ്ങിയതാണ്. അതിന് വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഉള്ളിൽ ശോകം നിറയ്ക്കും നാളി ബീവി ഒരു വീടലായി ലഭിത്തിടാനും വീട്ടിൽ പുറകിടാനായി പുതുമ ചേരിൽ പുതുമാരനും പുതുനാരിക്കും തൊയ്മ പുളകമതായി ഹസനത്തുണ്ട് എന്നും പൂകിടാനായി മനസ്സിലെന്ന് മനസ്സറിഞ്ഞ സ്വഹാബാലെന്ന് വേഗം മുഷിപ്പില്ലാതെ അടുത്തു വന്ന് ഹദിയ മഹബൂബനിൽ സമർപ്പിച്ചെന്ന് അന്നതിലായി അലിയാരൊത്ത ബീവി അണഞ്ഞു ഭാസം
മണത്തിടുന്നു ദാരിൽ അശരിൽ ദാനം ഏകി വന്ന മുറുക്കം പാടട്ടോ ഏകി വന്ന ഏകിയ ദാരില തേടിടും പൂവിയാൽ ഏറ്റം മുഖപത്തിൽ മുന്തിരിച്ചാറുമായി ആദിസുരുളിലായി ആനന്ദ കോവിലായി അമണി പാതിമ ഓർമ്മകൾ കോട്ടനായി കോട്ടിടും മുത്തികളെത്തി മദീന കോർമ്മയിൽ കിട്ടുക പാട്ടി ഹസീന കോനവനേകിയ പൊന്നൊഴുകീന ദീനിലായി ദൂരീതങ്ങൾ തേടിടും ഫാത്തിമ ദൈന്യമായി സ്വബറിന്റെ രൂപിലായി ഫാത്തിമ മാനിച്ച മരണം മക്കൾ ഇരുപേരും മാതാപില്ലാടന രാമീരം പാടലായി. പണ്ട് എന്ന് പറഞ്ഞാൽ ഒപ്പന പാടിയതൊക്കെ ശരിക്കും തനിമുള്ള ഒരു തനി നാടൻ മാപ്പിളപ്പാട്ട് ടേസ്റ്റിലായിരുന്നു. അപ്പൊ അതൊക്കെ പോയി. ഇപ്പം പുതിയ പുതിയ വെറൈറ്റി സാധനങ്ങളാണ് പുതിയ പുതിയ ട്രെയിനേഴ്സ് കൊണ്ട്. പണ്ടിങ്ങനെ അരുണി മണി ബേബി ഖദീജ ബാലിക മുകളിൽ കയറി എന്തൊക്കെ തുടങ്ങിയത് പണ്ട് തന്നിരുന്നു. ഇന്നിപ്പോ കണ്ണൂർ ഇതൊക്കെ ചായയാണ്. ചായൻ്റെ ഒക്കെ പറയാം പുതിയ പുതിയ മോഡലുകൾ വന്നോ. അന്തിയിൽ കാണും കിടവുർക്കനെ വളർന്നത് വാൽക്കമ്പി കണ്ടോ ഉമ്മാനോസാന്റെ മുമ്പത്തെ വാക്കുമല്ല പാടിടാന്ന് പറഞ്ഞ അടുത്ത പാട്ട് കൊടുക്കണം. ജാബിർ ശ്രദ്ധിക്കണ്ടോ? ഓക്കെ.
എന്തെങ്കിലും കുഴപ്പം തോന്നിയോ? അറിയണവരുണ്ട് നമ്മുടെ ക്ലാസ്സുകളവരുണ്ട്. ഫാത്തിമബിയിലല്ലേ തുടങ്ങി ചായൽ മുറുക്കം, ചായ മുറുക്കമല്ല, ചായൽ മുറുക്കം. ആ ചായൽ മുറുക്കത്തിൽ ചിലപ്പോൾ രണ്ട് ചായ രണ്ട് മുറുക്കം പാടും. ചില ഒരു വരി മംഗളത്തിനെ കൊടുത്തിട്ട് പിന്നെ പൂക്ക് വഴിനീളം പാടും. അങ്ങനെ അവസാനിപ്പിക്കുന്ന ഒരു ഘടനയാണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു ഇപ്പോഴത് വഴിനീളം, മുനാജാത്തോ അല്ലെങ്കിൽ കവി രണ്ടും പാടാം. അല്ലെങ്കിൽ പന്തൽ പറഞ്ഞ ഉൾപ്പെട്ട കവി പാടും, പിന്നെ കവി പാടും, തിരുത്തം പാടും, പദം, കല്യാണം, ചായൽ മുറുക്കങ്ങള്, മംഗളം എന്തെങ്കിലും അവസാനം പൂക്ക് വഴിനീളം. ഇതാണ് അതിന്റെ ക്രമം. ഇതിലും ഈ ഒപ്പഴി ഒരേ മാനുവലാണ്. മാനുവൽ ഒരേ കാര്യമാണ് പറയുന്നത്. ഒപ്പനപ്പാട്ട് ഐശ്വര്യം അതുപോലെ കൈയുടെ ചേർച്ച സംബോധന പറഞ്ഞത്. അതുകൊണ്ട് അത് വിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു വട്ടപ്പാട്ട് കാണിക്കാം. വട്ടപ്പാട്ട് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ഈ ഒപ്പനയ്ക്ക് ഒരു മാനുവൽ എഴുതാനറിയോ ഡാൻസ് മാസ്റ്റർമാരും. അതോടെ സംഭവം പൊരുത്തപ്പെട്ടു. ഇപ്പൊ അങ്ങനെ മൈക്കൊക്കെ ആ ലെവലായി പോയി.